ഹായ്, എല്ലാ കൂട്ടർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൂഗിൾ പേയുടെ ഒരു സെറ്റിംഗ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരല്ലേ? അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെ നമ്മുടെ ഗൂഗിൾ പേ പേയ്മെൻറ്റുകളും എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ട് ഒരു വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിലായിട്ട് പ്രൊഫൈൽ ഫോട്ടോ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് താഴോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്, സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് താഴെയായിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാം. അതിന് മുകളിലായിട്ട് ഡേറ്റ ആൻഡ് പേഴ്സണലൈസ്ഡ് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇതിന് താഴെയായിട്ട് ഈ ഡേറ്റ ആൻഡ് പേഴ്സണലൈസിന് താഴെയായിട്ട് ഈ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ പാസ്വേഡ് അടിച്ചൊന്ന് ഓപ്പൺ ചെയ്യാം. പാസ്വേഡ് ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ താഴോട്ട് പോകുന്ന നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ എല്ലാം കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ലാസ്റ്റ് ഹവർ, ലാസ്റ്റ് ഡേ, ഓൾ ടൈം, കസ്റ്റം റേഞ്ച്, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇത്ര ഏത് സെലക്ട് ചെയ്തിട്ട് കസ്റ്റം റേഞ്ച് ആണെങ്കിൽ നമുക്ക് എപ്പം തൊട്ട് എപ്പം വരെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾ ടൈം ഉണ്ട്, ഓൾ ടൈമിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽ പോകുന്നതാണ്. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ഹവർ ചെയ്തതെല്ലാം കിടപ്പുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഏതാണ് വേണ്ടാത്തത് അവിടെ നമുക്ക് ഈ ഇൻറ്റ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡീറ്റേഷൻ കംപ്ലീറ്റ് കാണിക്കും, അവിടെ നമുക്ക് ഓക്കെ ഗോട്ടിട്ട് കൊടുക്കുക. ഓക്കെ, അത് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസാക്ഷൻ ഇപ്പം ഡിലീറ്റ് ചെയ്യുന്നത് ഗൂഗിൾ പേയിൽ നിന്ന് മാത്രമേ പോകത്തുള്ളൂ, ബാങ്കിൽ നിന്നുള്ള ഡീറ്റെയിൽ ഒന്നും പോകത്തില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്താൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ല വീഡിയോ ആണ്. ഓക്കെ, ബൈ.